Carnot engine എന്താണെന്ന് കണ്ടു. Carnot engine എന്ന് പറയുന്നത് ആ ഹീറ്റ് എഞ്ചിൻ Carnot സൈക്കിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ റിവേഴ്സിബിൾ സൈക്കിൾ. അപ്പോൾ ഇതിന് മാക്സിമം എഫിഷ്യൻസി ആണ് എന്ന് കണ്ടു. പക്ഷേ ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട് അറ്റ് ടെമ്പറേച്ചർ TH, പിന്നെ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട് അറ്റ് ടെമ്പറേച്ചർ TL. അപ്പോൾ നമ്മുടെ Carnot എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് in between these two. Carnot engine നമുക്ക് QH ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് എടുത്തു, QL റിജക്ട് ചെയ്തു, എന്നിട്ട് this produces a work W is equal to QH minus QL. ഇങ്ങനെയാണ് ഒരു Carnot engine വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദിസ് ഈസ് എ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹീറ്റ് സപ്ലൈഡ് QH. സോ W എന്ന് പറയുന്നത് QH മൈനസ് QL ആണ്. നമ്മൾ ഫസ്റ്റ് ലോ നോക്കുകയാണെങ്കിൽ QH മൈനസ് QL ഡിവൈഡഡ് ബൈ QH. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്താണ്? Carnot സൈക്കിളിലാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ, എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ Carnot എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് QH മൈനസ് QL ബൈ QH ഈസ് ഈക്വൽ ടു, ഈ QH മാറ്റിയിട്ട് നിങ്ങൾ TH, അത് ഏതൊക്കെ ലിമിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, TH മൈനസ് TL ബൈ TH, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് TL ബൈ TH. ഇതാണ് ഒരു Carnot എഞ്ചിൻ്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി ഓഫ് എ റിവേഴ്സിബിൾ എഞ്ചിൻ. ദിസ് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി. ഈ എഫിഷ്യൻസിക്ക് മേളിലേക്ക് നിങ്ങൾക്ക് ഒരു എഫിഷ്യൻസി കിട്ടില്ല. ദിസ് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി യു ക്യാൻ ഗെറ്റ്. ഈ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% അല്ല, ഇറ്റ് ഈസ് വേ ബിലോ 100%.